ഹായ്, ഇന്ന് നമ്മൾ ബാങ്കോക്കിലെ ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ മാൾ ഉണ്ട് കേട്ടോ. അവിടേക്കാണ് പോയിരിക്കുന്നത്. ഇഷ്ടംപോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും ഒക്കെ കിട്ടും. പിന്നെ അവിടെ കുറേ ടർക്കിഷ് ഫുഡ് കിട്ടുന്നതും കൊറിയൻ ഫുഡ് കിട്ടുന്നതൊക്കെ ആയിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഒരു ഏരിയ ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇത് ശരിക്കും ഒരു സാധാരണ മാൾ പോലെയല്ല കേട്ടോ, ഒരു ഓപ്പൺ മാളാണ്. അധിക സ്ഥലത്തും മുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആകാശം കാണുന്ന പറഞ്ഞ പോലെ കുറേ കടകൾ ഇങ്ങനെ നിരനിരയായിട്ട് ഇടയിൽ ഇങ്ങനെ കുറേ ഫ്രീ സ്പേസും ഓപ്പൺ സ്പേസൊക്കെയാണ്. അവിടെ വെച്ചിട്ടാണ് ഒരുവിധം എല്ലാ ക്രൂയിസുകളും നമുക്കുള്ള ഈ ഡിന്നർ ക്രൂയിസ് കുറേ ഉണ്ട് ബാങ്കോക്കിൽ. ഷാവോ പ്രായ റിവറിലൂടെ ഉള്ള ഡിന്നർ ക്രൂയിസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരുപാടെണ്ണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ട് എന്ന് പറഞ്ഞ പേരിൽ വെച്ചാണ് കേട്ടോ. ഒരുപാട് ഫാൻസി ഐറ്റംസ്, നമുക്ക് മാലകളും വളകളും ബ്രേസ്ലെറ്റുകളും പിന്നെ ഒരുപാട് വെറൈറ്റി ഡ്രസ്സുകൾ, അഡൽസിൻ്റെയും കുട്ടികളുടെയൊക്കെ നല്ല ഭംഗിയുള്ള കുറേ ഡ്രസ്സുകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ബാങ്കോക്കിലെ ബാക്കി സൈഡുകളിലേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂരിയോ സാധനങ്ങളും ഡ്രസ്സുകളൊക്കെ കിട്ടും. ഈ പലാസോ ഒക്കെ കണ്ടോ, ഈ ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയില്ലേ. ഒക്കെ ഭയങ്കര ഒരു റേറ്റ് ഒന്നുമില്ല, ഒരു ആവറേജ് റേറ്റിന് ഒരു 200 ബാത്ത് 250 ബാത്ത് അങ്ങനെ ഒരു റേഞ്ചിലൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ പണ്ടത്തെ വീടുകളിലുണ്ടായിരുന്ന പോലത്തെ തൂക്ക് വിളക്കിൻ്റെ മോഡൽ കുറേ വിളക്കുകളൊക്കെ കണ്ടു. പിന്നെ ഈ ബാഗുകൾ, പിന്നെ ഇത് കണ്ടോ കുറേ ഇങ്ങനെ നമ്മൾ വിചാരിക്കും വല്ല സാധനം ചതക്കാനുള്ള, അതൊന്നും അല്ല കേട്ടോ. ഇവരുടെ ഒരു മെഡിറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരു ചെറിയ ഒരു ചിരട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പോലത്തെ ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഓരോ കൊട്ടകളും അതിലടിക്കുന്ന ഒരു സൗണ്ട് വരുന്ന ഒരു കോലൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറേ മൾട്ടി കളേർഡായിട്ടുള്ള ചെരുപ്പുകൾ, ഈ ഷൂസൊക്കെ കണ്ടോ നല്ല ഭംഗിയില്ലേ. ഭയങ്കര റേറ്റ് ഒന്നുമില്ല, പക്ഷേ നല്ല രസമുണ്ട്. നമ്മുടെ നാട്ടിലേക്കാളും എന്തായാലും റേറ്റ് കുറവ് തന്നെയാണ്. അതുപോലൊരു വെറൈറ്റി കളക്ഷൻസ് കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലായിടത്തുനിന്നും ഇത്രയും കിട്ടില്ല. നല്ല കളർഫുൾ ആയിട്ടുള്ള ഏത് കളർ വേണമെങ്കിലും, ഒരു ബാഗ് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഏത് കളർ വേണമെങ്കിലും ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഈ ഷൂസ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇങ്ങനെ ഈ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഇതൊക്കെ സ്റ്റിച്ചിങ്ങൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാണാൻ നല്ലൊരു ലുക്കുണ്ട്. ഒരുപാട് വെറൈറ്റി കമ്മലുകളുണ്ട്, മോതിരങ്ങളുണ്ട്, കുറേ ഒറിജിനൽ സിൽവറിൻ്റെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. സിൽവറിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഫാൻസി ഐറ്റംസ് വേറെയുണ്ട്. പിന്നെ കുറേ പൗച്ചുകളുണ്ട്, ബാഗുകളുണ്ട്, ഹാൻഡ് ബാഗുകളൊക്കെ നല്ല വെറൈറ്റിയാണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസാണ്. ഏഷ്യാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആവണമെങ്കിൽ ഒരു 4 മണി 4:30 ആവും കേട്ടോ. ഈവനിങ്ങിൽ മാത്രം ഓപ്പൺ ചെയ്യുന്ന ഒരു മാളാണിത്, ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ട്. നമ്മളവിടെ എത്തിയപ്പോൾ ഒരു 2:30 അതുകൊണ്ട് തന്നെ കുറേ കടകൾ അടച്ചെടുക്കാനുണ്ട്. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങുമായിരുന്നു. ഈ പാത്രങ്ങളൊക്കെ കണ്ടോ, ഫുള്ള് ഇങ്ങനെ വുഡിൻ്റെ, കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയ ഡക്കിൻ്റെയും പല ഷേപ്പിലുള്ള പാത്രങ്ങൾ കേട്ടോ. ഒക്കെ നല്ല വെറൈറ്റിയാണ്. കാണുമ്പോൾ നമുക്ക് എല്ലാതും ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുപോകാൻ തോന്നും. ഇത് കണ്ടോ, ചിരട്ടയിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ബൗളുകളാണ്. പണ്ട് നമ്മൾ വിയറ്റ്നാമിൽ പോയപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ പല പെയിൻറ്റിങ്സാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഇങ്ങനെ ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് വെക്കാനും അതുപോലെ എന്തെങ്കിലും ഇട്ട് വെക്കാനും കിച്ചണിലും ഒക്കെ ഭംഗിക്ക് വെക്കാനൊക്കെ പറ്റും. പിന്നെ ഇങ്ങനെ ഇവരുടെ എന്തോ ഒരു ഗോഡ് പോലെ എന്തോ ആണെന്ന് തോന്നുന്നു ഇത്. ഇങ്ങനത്തെ ഒരു രൂപത്തിൻ്റെ കുറേ ഒരു കറുത്ത മുഖം മൂടിയൊക്കെ ഇട്ട ഒരു രൂപം, ഇതിൻ്റെ കുറേ പ്രതിമകളുണ്ട്. പിന്നെ ഇങ്ങനെ ഓർണമെൻറ്റ്സും ഇതൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള കുറേ ബോക്സുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ക്യൂരിയോ സാധനങ്ങൾ കിട്ടുക ഇവിടെ നിന്നാണ് കേട്ടോ. ഈ ഏഷ്യാറ്റിക്കിൽ കിട്ടുള്ളൂ. വേറെ അധിക സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ ഒന്നും കിട്ടില്ല. ക്ലോത്ത് ഐറ്റംസാണ് കൂടുതൽ, ക്ലോത്ത് ഐറ്റംസാണ് കിട്ടുക. ഡ്രസ്സുകളൊക്കെ നമുക്ക് ഒരുപാട് സ്ഥലത്തുനിന്ന് കിട്ടും. നൈറ്റ് മാർക്കറ്റ്സ് നിന്നും സ്ട്രീറ്റ്സ് നിന്നും ഒക്കെ കിട്ടും കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ, അതുപോലെ ഈ ഓർണമെൻറ്റ്സ്, അതൊക്കെ കൂടുതലായിട്ട് കിട്ടും നമുക്ക് ഏഷ്യാറ്റിക് ഏരിയയിൽ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ചിരട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് സാധനങ്ങളുണ്ട്. ക്ലോക്കുകളുണ്ട്, പിന്നെ വോളിൽ തൂക്കാൻ പറ്റിയത്, ഇങ്ങനത്തെ ഒരുപാട് ഭയങ്കര വെറൈറ്റി ഐറ്റംസാണ് കേട്ടോ. എല്ലായിടത്തൊന്നും നമുക്കിത് കിട്ടില്ല. ഇത് കണ്ടോ, മൊണാലിസ ഒരു കോലുമിഠായി തിന്നുന്ന ചിത്രം, അതൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ടീഷർട്ട് ഉണ്ട്. കുറേ ടീഷർട്ട്സും ഉണ്ട് കേട്ടോ. കുറേ വെറൈറ്റി ആയിട്ടുള്ള പ്രിൻറ്റുകളൊക്കെ ഉള്ള കണ്ടില്ലേ. ഒരുപാട് ടൈപ്പ് വാച്ചുകളുണ്ട്, ബ്രേസ്ലെറ്റ്സ് ഉണ്ട്, ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഭയങ്കര കളർഫുള്ളും ഭംഗിയുള്ളതൊക്കെയാണ് കേട്ടോ. വളകൾ കുട്ടികളുടെ സൈസ് മുതലുള്ള ഉണ്ട്. ഭയങ്കര റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഒക്കെ ഒരു ആവറേജ് റേറ്റേ ഉള്ളൂ. ഈ വളകളൊക്കെ 50 ബാത്ത് 20 ബാത്ത് അങ്ങനെയൊക്കെയാണ് റേറ്റുകൾ കേട്ടോ. ചിലതൊക്കെ മാത്രമേ കോസ്റ്റ്ലി ഉള്ളൂ. ഇതൊക്കെ കുറേ എണ്ണം സിൽവർ ജ്വല്ലറിയാണ്. സിൽവറിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ സിൽവറിൽ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ളതുണ്ട്. പിന്നെ ഈ തലയാട്ടുന്ന പൂച്ചയുണ്ടല്ലോ, തായ്ലാൻഡുകാരുടെ ഒരു വിശ്വാസമാണ് ഇതിനെ കൊണ്ടുവച്ചാൽ ഭയങ്കര ഭാഗ്യമാണെന്ന്. ഇതെല്ലാ വണ്ടിയിലും നമുക്ക് ഈ തലയാട്ടുന്ന പൂച്ചേനെ കാണാം. റെസ്റ്റോറൻറ്റ്സിലും ഹോട്ടലുകളിലും ഷോപ്പിലൊക്കെ കയറുമ്പോൾ ഇങ്ങനെ ഒരു തലയാട്ടുന്ന ആ പൂച്ച ഇരിക്കുന്നത് കാണാം കേട്ടോ. ഇവരുടെ ഒരു ലക്കിൻ്റെ അടയാളമാണ് അത്ര ഇത്. ഇതിനെ കൊണ്ടുവച്ചാൽ ലക്ക് വരുന്നതാണ് ഇവരുടെ വിശ്വാസം. പിന്നെയും കുറേ ഷോപ്പുകൾ കണ്ടോ. കുറേ ബെഡ്ഷീറ്റ്സ് ഉണ്ട്, കുറേ ഷോളുകൾ, പശ്മിന ഷോൾസും കാശ്മീരി ഷോൾസും ഒക്കെ കിട്ടുന്ന. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ചിരട്ടയുടെ ഉള്ളിലുള്ള പെയിൻറ്റിങ്സ്, പല പെയിൻറ്റിങ്സ് ആട്ടോ. പെയിൻറ്റിങ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഷെല്ലുകളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കുറേ ലൈറ്റുകൾ,
കണ്ടോ ഷോ ലൈറ്റുകൾ ഇതെല്ലാം ചിരട്ട കൊണ്ട് കാവ് ചെയ്തുണ്ടാക്കിയേക്കാട്ടോ. ഈ ക്യാൻഡിൽസ് കണ്ടോ ഇതും ചിരട്ടേൻ്റെ ആണ്. ഉള്ളിൽ നിറച്ച് ക്യാൻഡിൽ ഫില്ല് ചെയ്തിട്ട് ടേബിളിലൊക്കെ വാങ്ങിക്കൊണ്ടേ നല്ല രസമുണ്ടാകും വെച്ചിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഫുൾ അവിടെ നിന്ന് കറങ്ങിയൊക്കെ നടന്നു. കാരണം നമ്മളൊരു 4:30-ക്കാണ് ഞങ്ങളുടെ ബോർഡിങ് കേട്ടോ. ഈ ക്രൂയിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ടൈമിലുണ്ട്. ട്വലൈറ്റ് ഡിന്നർ ക്രൂയിസ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അതാണ് ഞങ്ങളെടുത്തത് ഈ 4:30-ക്ക്. പിന്നെ ഒന്ന് 7 o'clock-നുള്ള ക്രൂയിസാണ്. 7 o'clock നല്ല രാത്രിയാവും തിരിച്ച് പോകുമ്പോൾ അത് തീരുമ്പോൾ ഒരു ഏകദേശം 10 മണിയൊക്കെ ആവും. അത് കാരണം ഞങ്ങൾ ആ ഈവനിങ് എടുത്ത് ഇതുമ്പോൾ ഒരു 7 o'clock-ന് തീരുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇതാണ് വൈറ്റ് ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട് ആ പേരിൽ നമുക്ക് ടിക്കറ്റൊക്കെ റെഡീം ചെയ്യാൻ പറ്റും. ടിക്കറ്റ് റെഡീം ചെയ്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ ആ പേരിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യണം. ഒരു ചെറിയ ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ സീറ്റിനും കറക്റ്റായിട്ട് സീറ്റും നമ്പറും എല്ലാം ഉള്ളത് കാരണം നമുക്ക് പ്രശ്നമൊന്നുമില്ല. അവരെല്ലാം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. കാണാൻ നല്ല രസമാണ്. ഈവനിങ് ആയി കഴിഞ്ഞാൽ ഏഷ്യാറ്റിക്കിൻ്റെ ഏരിയ കേട്ടോ. വലിയൊരു ജയൻറ്റ് വീലുണ്ട്. പിന്നെ ഇങ്ങനെ ക്രൂയിസിനുള്ള ഓരോരോ ബോട്ടുകളായിട്ട് ആ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ആ പേരിൽ വന്ന് നിൽക്കും കേട്ടോ. അങ്ങനെ 4 മണിയായപ്പോൾ ഞങ്ങളുടെ ബോട്ട് വന്നു. ഞങ്ങൾ ക്രൂയിസിന് വേണ്ടി ഞങ്ങൾ ഷിപ്പിലേക്ക് കയറി കേട്ടോ. ഏറ്റവും മുകളിലായിരുന്നു ഞങ്ങൾ VIP സീറ്റാണ് എടുത്തിരുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ ഡെക്കിലെ സീറ്റിലാണ് ഏറ്റവും ഡിമാൻഡ് കേട്ടോ. ഞങ്ങൾക്ക് അത് തന്നെ കിട്ടിയിരുന്നു. അങ്ങനെ ഫുള്ള് കാഴ്ചകൾ കണ്ട് കംപ്ലീറ്റ് ബാങ്കോക്കും ആ റിവറിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മൾ സീറ്റൊക്കെ അവർ കംപ്ലീറ്റ്ലി അവർ അറേഞ്ച്ഡ് ആയിരുന്നു. ഫസ്റ്റ് തന്നെ നമുക്ക് അവരൊരു ഇൻട്രൊഡക്ഷനൊക്കെ തന്നു. എല്ലാവർക്കും വാഷ്റൂമൊക്കെ വേണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണ്. അതുപോലെ 18+ ആയ എല്ലാവർക്കും വേണമെങ്കിൽ ഫ്രീ ഫ്ലോ ബിയർ ഉണ്ട്, അതൊക്കെ വേണ്ടവർക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് വാങ്ങണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഐസ്ക്രീംസ് വേണ്ടവർക്ക് അതും ഫസ്റ്റ് ഫ്ലോറിൽ പോയി എടുക്കാം. ബാക്കി ഫുഡൊക്കെ കംപ്ലീറ്റ് ബുഫേ ആയിട്ട് ഡിന്നറായി ഒക്കെ കംപ്ലീറ്റ് സെർവ് ചെയ്യുന്നത് ഡെക്കിൽ തന്നെയാണ്. അങ്ങനെ അവർ ലൈവായിട്ട് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരവിടെ ലൈവായിട്ട് പാട്ടൊക്കെ പാടി. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ടേഴ്സൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. ആദ്യം തന്നെ നമുക്കൊരു സാലഡ്, പപ്പടം, ഒരു പ്രോൺസ് പപ്പടമൊക്കെ നമുക്ക് ടേബിളിൽ വെച്ചിരുന്നു. ഒരു വെൽക്കം ഡ്രിങ്കും. പിന്നെ ഇത് ക്രാബ് ഫ്രൈഡ് റൈസ് കേട്ടോ. നമ്മൾ വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ ക്രാബ് ഫ്രൈഡ് റൈസിൻ്റെ കുറേ വെറൈറ്റി ഡിഷസ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വെജ് സാലഡ്സ്, കുറേ ചിക്കൻ, ഗാർലിക് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഹോങ്കോങ് നൂഡിൽസ്, പിന്നെ സിംഗപ്പൂർ നൂഡിൽസ്, അങ്ങനെ കുറേ ടൈപ്പ് നൂഡിൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവരുടെ പാട്തായി, അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്തായി ഉണ്ടായിരുന്നു. പിന്നെ സൂപ്പ്, ഷ്രിമ്പിൻ്റെ സൂപ്പ് ഉണ്ടായിരുന്നു. ചിക്കൻ സൂപ്പ്, വെജ് സൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ വെറൈറ്റി ഉണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈ, ഇതാണ് സ്പാഗറ്റി വിത്ത് ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഒരു ഫ്രൈ ആക്കിയത് ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ഫിഷ് ഉണ്ടായിരുന്നു, ഒരു ബ്രോസ്റ്റഡ് ഫിഷ് ഉണ്ടായിരുന്നു. പിന്നെ പ്ലെയിൻ റൈസ് വേണ്ടവർക്ക് അതുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറേ വെറൈറ്റി ഐറ്റംസ്. ഒരു സൈഡിൽ വേറെ ഇങ്ങനെ അവർ വലിയ പ്രോൺസും ഓയിസ്റ്റേഴ്സും ഒക്കെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ലൈവായിട്ട് അവർ പാട്ടം തുടങ്ങി കേട്ടോ. ഞങ്ങൾ ഇന്ത്യൻസ് ആണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരു കുറേ ഇന്ത്യൻ സോങ്സൊക്കെ പാടാൻ തുടങ്ങി. ഇന്ത്യൻസും കൊറിയൻസുമാണ് അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ആ ഷിപ്പിൽ ആ ടൈമിൽ. അപ്പോൾ നമുക്കൊക്കെ വേണ്ടി അവർ കുറേ പാട്ടുകളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് പാടി. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാലഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ് കോൺ ഉണ്ട്, ബോയിൽഡ് എഗ്ഗ് ഇങ്ങനെ കട്ട് ചെയ്ത് ലെയർ ചെയ്തൊക്കെ ഒരു പ്രത്യേക രീതിയിൽ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സ്വീറ്റ് കോണും കുറച്ച് സാലഡ്സും കുറച്ച് ഡെസേർട്സും ഒക്കെ നമ്മളെടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ കുറേ വെറൈറ്റി. ഇങ്ങനെ എഗ്ഗ് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചൊരു വെറൈറ്റി ആക്കി ബോയിൽഡ് എഗ്ഗൊക്കെ എടുത്തു. അതിന് ശേഷം നമ്മൾ ഗ്രിൽഡ് ആയിട്ടുള്ള ഷ്രിമ്പ് ഉണ്ട്, വലിയ ഷ്രിമ്പ് ഇങ്ങനെ അവർ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിങ്ങനെ ഡയറക്റ്റായിട്ട് ഗ്രില്ലിൻ്റെ മുകളിൽ വെച്ച് അവർ ഗ്രില്ല് ചെയ്ത് തരും കേട്ടോ നമുക്ക്. പിന്നെ നമ്മുടെ ആ കല്ലുമ്മക്കായും അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ കഴിക്കാൻ തുടങ്ങാൻ പോവാണ്. ഇതൊക്കെ ഡെസേർട്സിൻ്റെ സെക്ഷൻ തുടങ്ങുക കേട്ടോ. പല പല കളറിലുള്ള പുഡിങ്സാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പുഡിങ്സ് ഉണ്ട്. അതും 1-2 എടുത്തു. കണ്ടോ 2, 3, 4 കളേഴ്സിൽ ഗ്രീനും വൈറ്റും യെല്ലോയും ഒക്കെ ആയിട്ട് പല പല ഫ്ലേവറിലുള്ള ഒരു സ്ക്വയർ ഷേപ്പിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച കുറേ പുഡിങ്സ് ഉണ്ട് കേട്ടോ. പിന്നെ കുറേ കേക്കുകളുണ്ട്, പേസ്ട്രികളുണ്ട്. അങ്ങനെ ഒരു ഫുഡിൻ്റെ ഒരു ഉത്സവം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ലാവിഷായിട്ട് എത്ര വേണേലും അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം കേട്ടോ. പിന്നെ ഫ്രൂട്ട്സും അതേ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ്, പൈനാപ്പിളും വാട്ടർമെലണും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പേരക്ക, ഗോവയൊക്കെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മാങ്ങയുടെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഉപ്പും മുളകും ഒക്കെ കിട്ടും കേട്ടോ. അതാണ് ഇവിടെ കണ്ട ഒരു പെക്യൂലിയാരിറ്റി കേട്ടോ. നമുക്ക് സാധാരണ വല്ല സ്ഥലത്തൊക്കെ പോകുമ്പോഴല്ലേ കിട്ടുള്ളൂ. നമ്മൾ വല്ല പാർക്കിലോ ഗാർഡനിലൊക്കെ പോയാലല്ലേ ഇങ്ങനത്തെ കിട്ടും. ഇങ്ങനെ നല്ല നല്ല ടേസ്റ്റി മാംഗോ ആണ് കേട്ടോ. ഈ തായ്ലാൻഡ് മാംഗോസ് അല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റിയാണ്. നമ്മൾ കുറച്ച് മാങ്ങയുടെ കഷ്ണങ്ങളൊക്കെ എടുത്തു. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉപ്പും മുളകും ചില്ലി ഫ്ലേക്സും ഉപ്പും കൂടി അവരിങ്ങനെ മിക്സ് ആക്കി വെച്ചേക്കാണ് കേട്ടോ. അത് നമുക്കൊരു ബൗളിലാക്കിയിട്ട് എടുക്കാൻ പറ്റും. അതൊക്കെ മുക്കി മാങ്ങ കുറച്ച് കൂടുതൽ എടുത്തിട്ടോ. മാങ്ങ കണ്ടപ്പോൾ പിന്നെ പുഡിങ്ങൊന്നും എടുക്കാൻ തോന്നിയില്ല. നമുക്ക് മെയിൻലി എടുക്കാൻ തോന്നിയത് മാങ്ങയാണ്. കുറച്ച് ഉപ്പും മുളകും ഒക്കെ എടുത്തോട്ടോ. എന്നിട്ടങ്ങനെ നമുക്ക് കഴിക്കാൻ പോവാം, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മെയിൻ കോഴ്സ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡെസേർട്ട് സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ അടിപൊളിയാണ്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ ഈ മാങ്ങ. നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി മാംഗോസാണ്. പിന്നെ ഒരു പീസ് വാട്ടർമെലണും ഒക്കെ എടുത്തു നമ്മൾ. വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവർ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടുതരും കേട്ടോ. ഇങ്ങനെ വെജ് സാലഡും ഒക്കെ കൊണ്ടു തന്നു.
ഇത് നമ്മളങ്ങനെ പാഡ് തായി വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പാഡ് തായിയും ഹോങ്കോങ് ഫ്രൈഡ് നൂഡിൽസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്, ഫ്രഞ്ച് ഫ്രൈയും ഒക്കെ കേട്ടോ, ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് അവർ ഗ്രില്ല് ചെയ്യുന്ന വലിയ ഷ്രിമ്പ് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. നമ്മൾ സൂപ്പും ഇതൊക്കെ എടുത്തു. പിന്നെ അതാ വലിയ ആ കല്ലുമ്മക്കായ, നമ്മുടെ കല്ലുമ്മക്കായൊക്കെ അവരിങ്ങനെ ഗ്രില്ല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഷ്രിമ്പൊന്നും വലിയ സ്പൈസി ആയിരിക്കില്ല. പൊതുവേ തായ്ലാൻഡിലെ ഒരു ഫുഡും വല്ലാണ്ട് സ്പൈസി അല്ല, കുറച്ച് നമുക്കൊരു പുഴുങ്ങിയ പോലെയൊക്കെ തോന്നും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് വരും കേട്ടോ. ബ്രിഡ്ജ് വരുമ്പോൾ അവരെല്ലാവരോടും തല താഴ്ത്താൻ പറയും. അതൊരു നല്ല രസമായിരുന്നു. എല്ലാവരും കൂവി വിളിച്ച് ഫുൾ എൻജോയ് ചെയ്തു, കുട്ടികളെ പോലെ തലയൊക്കെ താഴ്ത്തിയിരുന്ന്. പിന്നെ ഇങ്ങനെ ഓരോ അമ്പലങ്ങളൊക്കെ വരും. ആ വലിയ നമ്മളെ ഗ്രാൻഡ് പാലസ് നമുക്ക് കാണാൻ പറ്റും, എമറാൾഡ് ബുദ്ധ ടെമ്പിൾ കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ഈ ക്രൂയിസിൽ കൂടി പോകുമ്പോൾ തന്നെ ഫുള്ള് കാണും കേട്ടോ. വൈകുന്നേരമായി കഴിയുമ്പോൾ ഫുള്ള് ലൈറ്റഡ് ആവുകയും ചെയ്യും. അപ്പോൾ ഒന്നും കൂടി രസമാണ്. നിങ്ങൾ തിരിച്ചു പോകാൻ നേരത്തെ ആയിരുന്നതിനൊക്കെ ഏറ്റവും ഭംഗി കേട്ടോ. കംപ്ലീറ്റ് ലൈറ്റ് ഇട്ടിട്ട് കാണാൻ ഒന്നും കൂടി രസമാണ്. കുറച്ചും കൂടി രാത്രിയുള്ള ഡിന്നർ ക്രൂയിസാണെങ്കിൽ ഫുൾ ലൈറ്റഡ് ആയിട്ടുള്ള വ്യൂ കാണാൻ പറ്റും. ഇത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അല്ലാണ്ടെയും കാണാം, തിരിച്ചു വരുമ്പോൾ ലൈറ്റഡ് ആയിട്ടും കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ രണ്ട് രീതിയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റി. പിന്നെ അവർ പാട്ട് പാടാനൊക്കെ എല്ലാവരെയും വിളിച്ചു. പണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രിഡ്ജ് വരും. അപ്പോൾ നമ്മളെല്ലാവരും തലേം താഴ്ത്തി പണ്ടത്തെ കുട്ടികളെ പോലെ കൂവി വിളിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും ഫുൾ എൻജോയ് ചെയ്ത് അടിച്ച് വിളിച്ച് കഴിച്ചു. പിന്നെ അവർ ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചു കേട്ടോ. കണ്ട ലൈറ്റഡ് ആയിട്ടുള്ള ടെമ്പിള്, എമറാൾഡ് ബുദ്ധ ടെമ്പിളൊക്കെ ഫുൾ ലൈറ്റഡായി. അപ്പുറത്തുള്ള വേറെ ക്രൂയിസ് ഷിപ്പുകൾ നമുക്ക് ഫുൾ ലൈറ്റഡായിട്ട് കാണാൻ പറ്റും കേട്ടോ ഈ രാത്രിയായി തുടങ്ങി കഴിയുമ്പോൾ. പിന്നെ അവരിങ്ങനെ നമ്മളെല്ലാവരെയും സ്റ്റേജിലേക്കൊക്കെ ഡാൻസ് കളിക്കാനൊക്കെ വിളിച്ചു. അങ്ങനെ എല്ലാവരും പാട്ടും ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടി എല്ലാവരും കുറേ പേരൊക്കെ എണീച്ചിരുന്ന് അവരുടെ കൂടെയൊക്കെ ഫുള്ള് ഡാൻസ് ചെയ്തു. അങ്ങനെ ഫുള്ള് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ദിവസമാണ് കേട്ടോ. ശരിക്കും ബാങ്കോക്ക് ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ ക്രൂയിസ് ആരും മിസ് ചെയ്യരുത്. ഫുള്ള് നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ദിവസമായിരിക്കും. ആ ജയൻറ്റ് വീലൊക്കെ കണ്ടോ, ഏഷ്യാറ്റിക്കിലുള്ള ജയൻറ്റ് വീലൊക്കെ ഫുൾ ലൈറ്റഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ സ്റ്റേജൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. ആ സ്റ്റേജിൽ കയറി എല്ലാവർക്കും അവർ മ്യൂസിക്കൊക്കെ ഫുൾ അവർ ലൈവായി പാടും. കൂടെ ഡാൻസ് കളിക്കേണ്ടവർക്കൊക്കെ കളിക്കാം. കുറേ കൊറിയൻസ് ഉണ്ടായിരുന്നു. ആദ്യം ഫ്രം കൊറിയ എന്ന് പറഞ്ഞൊരു കൊറിയൻ സോങ് അവർ വെച്ച് കൊറിയൻസൊക്കെ കയറി കുറേ ഡാൻസ് ചെയ്തു. കഴിഞ്ഞപ്പോൾ നമ്മളും ഇന്ത്യൻസിനെ വിളിച്ചു നെക്സ്റ്റ്. അങ്ങനെ ഇന്ത്യൻ ടീംസ് എല്ലാവരും കൂടിയുള്ള ഡാൻസായിരുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഡാൻസൊക്കെ കണ്ട് സ്പിരിറ്റ് കയറി 1-2 യൂറോപ്യൻസും കൂടെ കയറി ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ ഏതായാലും എല്ലാവരും മിസ് ചെയ്യാണ്ട് ഫുള്ളായിട്ടും കാണാം കേട്ടോ. ഈ ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്പൺ മാളും പോയി കാണണം. അതുപോലെ തന്നെ എന്തായാലും ഒരു ഡിന്നർ ക്രൂയിസ് പോകണം. ഈ ഷാവപ്രായ റിവറിലൂടെയുള്ളൊരു ഡിന്നർ ക്രൂയിസ് ബാങ്കോക്കിൽ പോകുമ്പോൾ എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. അത് ഭയങ്കര ഒരു റേറ്റ് ഒന്നുമില്ല. നമുക്ക് വെറും എറൗണ്ട് 2000 റുപ്പീസിൻ്റെ അടുത്ത് മാത്രമേ ഇതിനൊരു ടിക്കറ്റ് ഉള്ളൂ. ഇത് ഇത്ര ഗ്രാൻഡായിട്ടുള്ള ഒരു ബുഫേ ഡിന്നർ ഇവർ തരുന്നുണ്ട്. പിന്നെ ഈ ഒരു 2 മണിക്കൂറോളമുള്ള ഫുൾ ക്രൂയിസ്, ഇതിൻ്റെ ഈ മ്യൂസിക്കും ഡാൻസും എല്ലാം ഇൻക്ലൂഡിങ് ആണ്. ഡെസേർട്ട്സും അൺലിമിറ്റഡ് ആണ്. ഫുഡും ഡെസേർട്ടും ഒക്കെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും പോയി കഴിക്കുകയും ചെയ്യാം. ഇതെല്ലാം കൂടി ഇന്ത്യൻ റുപ്പിയിലാണ് ഞാൻ പറഞ്ഞൊരു 2000 നമുക്ക് ആവുന്നുള്ളൂ. നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ. ഇതൊക്കെ ഓൺലൈൻ ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാവർക്കും ഫുള്ള് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. കണ്ടോ, ഈ കാഴ്ചകൾ കാണാനും അതേ ഭയങ്കര രസമാണ്. ഫുള്ളിങ്ങനെ ബാങ്കോക്ക് നഗരം മുഴുവൻ ലൈറ്റഡായിട്ട് നമുക്ക് കാണാം. ഈ അമ്പലങ്ങളും പാലസും എല്ലാം കാണാം കേട്ടോ. അങ്ങനെ എല്ലാതും മറന്ന് കുറേ റിലാക്സ് ചെയ്ത് ഫുള്ളിങ്ങനെ എൻജോയ് ചെയ്ത് ഒരു ദിവസമായിരുന്നു കേട്ടോ അന്ന്. നമ്മൾ രാവിലെ തന്നെ ഫുള്ള് ഗ്രാൻഡ് പാലസൊക്കെ കണ്ട് ഉച്ചവരെ ഗ്രാൻഡ് പാലസ് ആയിരുന്നു. പിന്നെയാണ് നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ ഏഷ്യാറ്റിക്കിലേക്ക് വന്ന് ഏഷ്യാറ്റിക്കിലെ ഷോപ്പിങ്ങൊക്കെ തീർന്ന് ഈ ക്രൂയിസും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഒരു ബാച്ച് ട്രിപ്പാണിത്. ഫുള്ള് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തു എല്ലാവരും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എല്ലാവരും ഒരു ട്രിപ്പൊക്കെ പോവുക, എല്ലാം മറന്ന് ആഘോഷിച്ച് സന്തോഷിച്ച് ഒരു ദിവസം. ഈവനിങ് വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ നൈറ്റിലെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാം. നൈറ്റിലെ ഡിന്നർ ക്രൂയിസിന് കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ്. ഒരു 2700 ഒക്കെ വരുന്നുണ്ട്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഫുഡൊക്കെ ഒരുപോലെ തന്നെയാണ്. ആ ടൈമിലും ആ ലൈറ്റിങ്ങൊക്കെ വരുന്നത് കാരണം കുറച്ചും കൂടി ഡിമാൻഡ് കൂടുതലാണ് നൈറ്റിലുള്ളതിന്. അത് കാരണമാണ് റേറ്റ് കുറച്ച് കൂടുതൽ. ഏതായാലും കുഴപ്പമില്ല. നമ്മളെ ടൈം ഷെഡ്യൂൾ നമ്മളെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഈവനിങ്ങോ നൈറ്റോ ഏതാണെന്ന് വേണമെങ്കിൽ എടുക്കാം. ഒരുപാട് ക്രൂയിസുകൾ അവൈലബിൾ ആണ്. നമ്മളെടുത്ത ക്രൂയിസിൻ്റെ പേര് വൈറ്റ് ഓർക്കിഡ് എന്നാണ്. നല്ല ഡിന്നറായിരുന്നു കേട്ടോ, നല്ല ഫുഡാണ്. പിന്നെ വേറെ ഡാൻസോ ഷോസോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ലൈവായിട്ട് ഇവർ മ്യൂസിക് ഇടുന്നുണ്ട്, ഇവർ പാടുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഡാൻസ് ചെയ്യാം. ഫുഡൊക്കെ അൺലിമിറ്റഡ് ആണ്, നല്ല ടേസ്റ്റി ഫുഡുമാണ്. അല്ലാതെ വേറെ ഡാൻസും ഷോസൊക്കെ ചില ക്രൂയിസുകളിലുണ്ട് തോന്നുന്നു. നമ്മുടെ ഈ വൈറ്റ് ഓർക്കിഡിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ശരി, എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് എല്ലാവരും കാണുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.